കഥ പാതി വിധവ ഭാഗം 6. ഹോസ്പിറ്റലിലെ വിശദമായ ചെക്കപ്പിന് ശേഷം വിദേശത്തു നിന്നുള്ള ന്യൂറോ സർജനുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു ജയമോഹൻ. അനിരുദ്ധൻ്റെ കാര്യത്തിൽ ഡോക്ടർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു ക്യാബിനുള്ളിൽ. മെഡിസിൻ ബോഡിയിൽ ഫലം ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് സ്വയം പ്രിപ്പയർ ആവണം. മാനസികമായി അയാൾ ആത്മവിശ്വാസം വീണ്ടെടുത്താലേ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫലമുള്ളൂ. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മോശം കാര്യങ്ങളൊക്കെ മറന്ന് പുതിയൊരു വ്യക്തിയായി മാറണം. അതത്ര എളുപ്പമല്ല. ഇട്ടുമൂടാൻ പണമുണ്ടായിട്ട് കാര്യമില്ല. ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ പ്രതീക്ഷകൾ ഉണ്ടാവണം. സ്വപ്നം കാണണം. ഓരോ നിമിഷവും ആസ്വാദ്യകരമാക്കണം. താൻ ഇത്രയും നാൾ കണ്ടതല്ല, വരാൻ പോകുന്ന നല്ല നാളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാവണം അയാളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഡോക്ടർ നല്ലൊരു മോട്ടിവേറ്റർ കൂടിയാണെന്ന് അല്പനേരത്തെ സംസാരത്തിൽ നിന്ന് ജയന് മനസ്സിലായി. എല്ലാത്തിനും തലകുലുക്കി സമ്മതിച്ച് മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ ജയൻ പുറത്തേക്കിറങ്ങി. റൂമിനുള്ളിലെത്തിയ ലക്ഷ്മി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ തിടുക്കത്തിൽ ഫോണെടുത്ത് കോൾ ചെയ്തു. വക്കീലേ, കഴിഞ്ഞ ദിവസം എൻ്റെ മുറിക്കുള്ളിൽ ആരോ CCTV ഒളിപ്പിച്ചു വെച്ചിരുന്നു. എൻ്റെ സംശയം ജയൻ്റെ നേർക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹിമയ്ക്കും അതിൽ പങ്കുണ്ടെന്ന്. പെട്ടെന്നെന്താ ഇങ്ങനെയൊരു തോന്നൽ? ഇന്നിവിടെ ഹിമയുടെ അച്ഛൻ വന്നിരുന്നു. അയാളെന്തോ ഭാഗ്യത്തിന് എൻ്റെ കണ്ണിൽ പെട്ടു. അനിരുദ്ധനെ അയാൾ കണ്ടിരുന്നെങ്കിൽ എനിക്കത് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. ലക്ഷ്മി ടെൻഷനാവണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം. വക്കീലിൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. വിസിറ്റിംഗ് ഹാളിൽ വീൽചെയറിൽ അനിക്കുട്ടന് തൊട്ടടുത്ത് തന്നെ ഹേമയും ഇരുന്നു. സംസാരിക്കുമ്പോഴൊക്കെ മറ്റ് പേഷ്യൻസും അവിടെ ഉണ്ടായിരുന്നവരൊക്കെയും അവരെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ജയൻ അടുത്തെത്തുമ്പോൾ അവർ രണ്ടുപേരും കൂടി എന്തോ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. ഞാനും കൂടി കേൾക്കട്ടെ, ആ ജോക്ക് എനിക്കും ചിരിക്കാമല്ലോ. ജയൻ അവർക്കിടയിലേക്ക് എത്തി. ഏറെ കാലത്തിന് ശേഷം അനിക്കുട്ടൻ്റെ മുഖത്തുള്ള സന്തോഷവും പ്രസന്നതയും കൂടി കണ്ടപ്പോൾ താൻ ഉദ്ദേശിച്ച കാര്യം എളുപ്പമാവുമെന്ന് ജയൻ മനസ്സിൽ ഉറപ്പിച്ചു. തിരിച്ചുള്ള യാത്രയിൽ വണ്ടി ഓടിച്ചത് ജയനാണ്. പിന്നിൽ അനിക്കുട്ടനും ഹിമയും അവരുടെ സംഭാഷണങ്ങളും മുഖഭാവങ്ങളുമൊക്കെ റിയർ വ്യൂ മിററിലൂടെ ജയൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി വിദേശത്തേക്കുള്ള യാത്ര ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അനിരുദ്ധനെ നോക്കി ജയൻ പറഞ്ഞു. ഡോക്ടർ സമ്മതിച്ചോ? ഫിസിഷ്യൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ ദിനചര്യങ്ങളും മെഡിറ്റേഷനുമൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എഗ്രിയാണ്. അതെല്ലാം വേണ്ട രീതിയിൽ ചെയ്യാം. അതിനല്ലേ ഹിമ എൻ്റെ കൂടെ ഉള്ളത്. അവളെ നോക്കിയാണ് അനിക്കുട്ടൻ പറഞ്ഞത്. റോഡിൽ സിഗ്നൽ വീണിട്ടില്ലായിരുന്നെങ്കിലും വാഹനങ്ങൾ മുന്നോട്ട് പോകാനാവാതെ വരിവരിയായി ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്തോ കാര്യമായ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് വണ്ടി ഓഫ് ചെയ്ത് ജയൻ വെളിയിലിറങ്ങി. വിൻഡോ ഗ്ലാസ് താഴ്ത്തി ഹിമയും പുറത്തേക്ക് എത്തി നോക്കി. ആളുകൾ ഓടിക്കൂടുന്നുണ്ടായിരുന്നു. ആകെ ബഹളമയം. എല്ലാം കൂടി കണ്ടപ്പോൾ അവളുടെ മനസ്സും അസ്വസ്ഥമായി. തനിക്ക് വേണ്ടപ്പെട്ട ആരോ അപകടത്തിൽപ്പെട്ടതായി അവളുടെ മനസ്സ് മന്ത്രിച്ചു. ആക്സിഡൻറ്റ് സ്ഥലത്ത് നിന്നും തിരിച്ചു വന്ന ജയൻ്റെ വാക്കുകൾ കേട്ടതോടെ ഹിമയുടെ മുഖത്ത് പരിഭ്രാന്തി പരന്നു. ഓട്ടോറിക്ഷയും വേറൊരു വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചതാണ്. ഓട്ടോ ഡ്രൈവർ സ്പോട്ടിൽ തന്നെ തീർന്നു. യാത്രികനായ മധ്യവയസ്കൻ ബോധമില്ലാതെ ചോരയിൽ മുങ്ങി. പറഞ്ഞു തീർന്നതും ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി.
ഒരു നിമിഷം ഹിമ ഒന്ന് നടുങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അച്ഛൻ തന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ദൂരെ കൂടുതലുണ്ടെന്ന് പറഞ്ഞതിന് ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞ് കൂടി ഓർത്തപ്പോൾ അവളാകെ വല്ലാതായി. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഡോർ തുറന്ന് അപകട സ്ഥലത്തേക്ക് കുതിച്ചു. ഹിമേ! അനിരുദ്ധൻ്റെ പുറകിൽ നിന്നുള്ള വിളി അവളുടെ പ്രയാണത്തെ തടയാനായില്ല. ഹിമയ്ക്ക് പുറകെ ജയനും അങ്ങോട്ടേക്ക് പാഞ്ഞു. ആംബുലൻസിനുള്ളിലേക്ക് സ്ട്രെച്ചറിൽ കിടത്തിയിരുന്ന ആ മുഖം കണ്ടതും ഹിമ പതറിപ്പോയി. അച്ഛാ! അവളുടെ അലർച്ച കൂടിയിരുന്നു. ആളുകളെപ്പോലും സങ്കടത്തിലാഴ്ത്തി. ഹിമയെ ആംബുലൻസിൽ കയറ്റിയിരുത്തിയ ജയൻ അനിക്കുട്ടനെ വീട്ടിലെത്തിച്ച ഉടൻ തിരിച്ചെത്താമെന്ന് ആശ്വസിപ്പിച്ചു. കാർ ഓടിച്ചുകൊണ്ടിരുന്ന ജയമോഹൻ സെക്യൂരിറ്റിയെ കോൾ ചെയ്തു. ഹിമക്കുഞ്ഞിനെ കാണാൻ അച്ഛൻ വന്നിരുന്നെന്നും വരാൻ ലേറ്റാവുമെന്നും അറിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങിയെന്ന വിവരവും കിട്ടി. വീട്ടിലേക്ക് പോകേണ്ട അച്ഛനെന്തിന് ഹോസ്പിറ്റൽ റോഡ് വഴി വന്നു? ജയനാകെ ആശയക്കുഴപ്പത്തിലായി. ലക്ഷ്മി മാഡത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അദ്ദേഹത്തെ താൻ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് സെക്യൂരിറ്റിയുടെ മറുപടി കേട്ടപ്പോൾ ജയൻ സ്തംഭനായിപ്പോയി. ഹിമയുടെ അച്ഛനും ലക്ഷ്മിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഈ അപകടം ഫാബ്രിക്കേറ്റഡ് ആയിരുന്നോ? ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങൾ അയാളുടെ തലയ്ക്ക് ചുറ്റും വട്ടം കറങ്ങി. കഥ തുടരും. ബാക്കി ഭാഗം.